الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ മുഹമ്മദുൽ ഖുറളി റഹിമഹുല്ല അബു ഹംസ മുഹമ്മദ് ഇബ്നു കഅബ് അൽ ഖുറളി റഹിമഹുല്ല വഫാത്തായിട്ടുള്ളത് ഹിജ്റ 108 അദ്ദേഹം പറയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, അള്ളാഹു തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ, ജഅല ഫീഹി സലാസ ഖിലാലിൻ, 3 കാര്യങ്ങൾ, 3 ഗുണങ്ങൾ അയാളിൽ അള്ളാഹു തആല നിശ്ചയിക്കും. 3 ഗുണങ്ങൾ അള്ളാഹു തആല അവനുണ്ടാക്കി കൊടുക്കും. ഏതൊക്കെയാണ് ആ 3 ഗുണങ്ങൾ? ഫിഖ്ഹൻ ഫിദ്ദീൻ, ഒന്ന് ദീനിലുള്ള അറിവാണ്, ദീനിലുള്ള പാണ്ഡിത്യം, ഇസ്ലാം ദീനിനെ സംബന്ധിച്ചിട്ടുള്ള അറിവ് അയാൾക്ക് കൊടുക്കും. രണ്ടാമത്തേത് വസഹാദത്തൻ ഫിദ്ദുനിയ, ദുനിയാവിനോടുള്ള വിരക്തി അള്ളാഹു തആല അവനിൽ ഉണ്ടാക്കി കൊടുക്കും, ദുനിയാവിനോടുള്ള താല്പര്യക്കുറവ്. മൂന്നാമത്തേത് വബസ്വറൻ ബി ഉയൂബിഹി, അവൻ്റെ ന്യൂനതകളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അവൻ്റെ കുറവുകളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള, അത് കാണാനുള്ള കഴിവ് അള്ളാഹു തആല അവന് ഉണ്ടാക്കി കൊടുക്കും. 3 ഗുണങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന് അൽ ഫിഖ്ഹു ഫിദ്ദീൻ, ദീനിൽ അറിവ് ഉണ്ടാവുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അവഗാഹം കൊടുക്കും, അവന് അറിവ് കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ദുനിയാവിനോടുള്ള വിരക്തി, ദുനിയാവിനോടുള്ള താല്പര്യക്കുറവ്, ദുനിയാവ് എന്ന ചിന്തയിൽ നിന്നുള്ള രക്ഷ അള്ളാഹു അവന് കൊടുക്കും. അവൻ്റെ മനസ്സിൽ ദുനിയാവ് കയറൂല. ദുനിയാവിൽ വല്ലതും കിട്ടിയാൽ അവൻ അമിതമായി സന്തോഷിക്കുകയില്ല, ദുനിയാവിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടാൽ അവൻ അമിതമായി പ്രയാസപ്പെടുകയുമില്ല. ഇങ്ങനെയുള്ള ദുനിയാവിനോടുള്ള വിരക്തി അള്ളാഹു തആല അവന് കൊടുക്കും. മൂന്നാമത്തേത് തൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുക്കുമെന്നാണ്. തൻ്റെ കുറവുകൾ മനസ്സിലാക്കി, തൻ്റെ ന്യൂനതകൾ അറിഞ്ഞ് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ആ ഒരു കാര്യം അള്ളാഹു തആല അവന് കൊടുക്കും. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു തആല കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവ്, അള്ളാഹു നമ്മൾക്ക് അറിവ്, ദീനിൽ പാണ്ഡിത്യം നൽകുക എന്നുള്ളത് ഏറ്റവും വലിയ ഖൈറാണ്. അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള വിരക്തി, പരലോകത്തേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥ, അതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ സ്വന്തം ന്യൂനതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത് തിരുത്താൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥയും ഒരടിമക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഖൈറുകളിൽപ്പെട്ടതാണ്. അള്ളാഹു തആല ഈ 3 ഗുണങ്ങളും ലഭിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.